ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ദി സോവർ എന്ന പോയാണ്. കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ടല്ലേ? ഈ പിക്ചേഴ്സിലോട്ട് നോക്കിയേ. എന്താണ് ഇവിടെ? അഗ്രികൾച്ചറിൽ ഉണ്ടാവുന്ന സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട് അഗ്രികൾച്ചറിൽ? ആദ്യം നമ്മൾ ഏത് ലാൻഡിലാണോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലാൻഡ് പ്ലോ ചെയ്യും അല്ലേ? പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ സോ ചെയ്യും, വിത്ത് വിതയ്ക്കും. പിന്നെന്താണ്? ഇറിഗേഷൻ നടത്തും. അതിനുശേഷം എന്താണ്? ലാസ്റ്റ് ഹാർവെസ്റ്റ്, അത് നമ്മൾ കൊയ്യും അല്ലേ? അപ്പോൾ ഒരു സോവർ ആരാ? സോ ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ സോവർ എന്ന് പറയുന്നത്. അതായത് വിത്ത് വിതയ്ക്കുന്ന ആളെയാണ് നമ്മൾ സോവർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ ചാപ്റ്ററിലോട്ട് നോക്കാം. ദി സോവർ ബൈ വിക്ടർ മേരി ഹ്യൂഗോ. Plowing the fields, sowing seeds, reaping, harvest, the sons of the earth never get tired. Read the poem and explore the concept. അപ്പം എന്താണ്? നിലമുഴുന്നതിലൂടെയോ അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുന്നതിലൂടെയോ അത് കൊയ്യുന്നതിലൂടെയോ വിളവെടുപ്പ് നടത്തുന്നതിലൂടെയോ ദി സൺസ് ഓഫ് ദി എർത്ത് നെവർ ഗെറ്റ് ടയേർഡ്. ഏർത്തിൻ്റെ സൺസ് ഒരിക്കലും ടയേർഡായി പോകുന്നില്ല എന്ന് പറയുന്നത്. ഇവിടെ ആരാണ് ഏർത്തിൻ്റെ സൺസ്? ഫാമേഴ്സിനെയാണ് മെൻഷൻ ചെയ്യുന്നല്ലേ? അതായത് ഇത്തരത്തിൽ ഒരുപാട് തരത്തിൽ കൃഷികളെല്ലാം നടത്തി നമുക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഫാമേഴ്സ് നൽകുന്നുണ്ട്. പക്ഷേ അവരൊരിക്കലും ഇതെല്ലാം ചെയ്തതുകൊണ്ട് ടയേർഡായി പോകുന്നില്ല. അവർ ടയേർഡായി പോയാൽ നമുക്കിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് കിട്ടുമോ? ഇല്ല അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം ഓതർ ആരാന്ന് നോക്കാം. വിക്ടർ മേരി ഹ്യൂഗോ. Victor Marie Hugo was a French poet, novelist, and dramatist of the Romantic movement. He is considered one of the greatest and best-known French writers. His best-known works are Les Miserables and Notre Dame de Paris, The Hunchback of Notre Dame. He also produced more than 4,000 drawings which have since been admired for their beauty. അപ്പോൾ ഇദ്ദേഹം വിക്ടർ മേരി ഹ്യൂഗോ ഒരു ഫ്രഞ്ച് പോയിറ്റാണ്. അതുപോലെ അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്. അദ്ദേഹം ഒരുപാട് നാടകങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം റൊമാൻറ്റിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലോട്ട് ബിലോങ് ചെയ്യുന്ന ഒരു ഓതർ അല്ലെങ്കിൽ റൈറ്ററാണ്. ഹീ ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ബെസ്റ്റ് നോൺ ഫ്രഞ്ച് റൈറ്റേഴ്സ്. അദ്ദേഹം ഫ്രഞ്ച് റൈറ്റേഴ്സിൽ തന്നെ വളരെയധികം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫേമസ് ബെസ്റ്റ് നോൺ ആയിട്ടുള്ള വർക്ക്സ് ആണ് ലെസ് മിസറബിൾസ് ആൻഡ് നോട്രി ഡേം ഡി പാരീസ്. അതുപോലെ അദ്ദേഹം ഒരുപാട് ഡ്രോയിങ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 4000-ൽ പരം ഡ്രോയിങ്സുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. The sower, sitting in a porchway cool, face the ruddy sunlight forced to light hastens arch roll, working hours of well night past. അപ്പം എന്താണ് ഇവിടെ? സിറ്റിംഗ് ഇൻ എ പോച്ച്വേ കൂൾ ഫേഡ്സ് എ റെഡി സൺലൈറ്റ് ഫാസ്റ്റ്. നമ്മുടെ പോയറ്റ്, നമ്മുടെ കവി എവിടെ ഇരിക്കുന്നത്? അദ്ദേഹം ഒരു പോച്ച് വേയിൽ, അദ്ദേഹം ഒരു പൂമുഖത്ത് വളരെ കൂളായിട്ട് വളരെ ശാന്തമായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഫീഡ്സ് റെഡി സൺലൈറ്റ് ഫാസ്റ്റ്. ആ ചുവന്ന സൂര്യപ്രകാശം മെല്ലെ മെല്ലെ ഫീഡ് ചെയ്യാൻ തുടങ്ങി, മെല്ലെ മെല്ലെ മങ്ങിപ്പോകാൻ തുടങ്ങി. ടു ലൈറ്റ് ഹേസ്റ്റൻസ് ഓൺ ടു റൂൾ. എന്താ കടന്നു വരുന്നത്? മെല്ലെ സൂര്യപ്രകാശം പോയിട്ട് അവിടെ സന്ധ്യാസമയത്ത് ആ വെളിച്ചം കടന്നു വരികയാണ്. വർക്കിംഗ് ഹവേഴ്സ് ആർ വെൽ നൈറ്റ് പാസ്റ്റ്. ഇരുട്ടായി തുടങ്ങി അതിൻ്റെ അർത്ഥം. അതായത് ജോലി സമയമെല്ലാം കടന്നു. ഇപ്പോൾ സൂര്യപ്രകാശം മാറി, റെഡി സൺലൈറ്റ് മാറി, അവിടെ ട്വിലൈറ്റ് വന്നിരിക്കുകയാണ്. ജോലി സമയമെല്ലാം കഴിഞ്ഞു, അവസാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. Shadows shoot across the lands, but one sower lingered still, old in rags. He patient stands, looking on, I feel a thrill.
അപ്പം എന്താണ് രാത്രിയായി തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞല്ലേ, സന്ധ്യാസമയമായി തുടങ്ങി. ഇപ്പോൾ ഷാഡോ ഷൂട്ട് അക്രോസ് ലാൻഡ്, നിഴലുകളെല്ലാം അവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ലാൻഡിന് നേരെ നിഴലുകൾ കുറുകെ എറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് വൺസ് ഓവർ ലിങ്കർ സ്റ്റിൽ, സമയം ഇത്രയായിട്ടും വൺസ് ഓവർ ലിങ്കർ സ്റ്റിൽ, ഒരു സോവർ, ഒരു വിതയ്ക്കുന്ന ആൾ മാത്രം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. All in rags, he patient stands, looking on, I feel a thrill. അദ്ദേഹത്തെ കാണാൻ എങ്ങനെയാണ്, ഭയങ്കര ഓൾഡാണല്ലേ, വയസ്സായിട്ടുണ്ട്. അതുപോലെ ഇൻ റാഗ്സ്, അദ്ദേഹം മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത്. ഹി പേഷ്യൻസ് സ്റ്റാൻഡ്സ്, അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി അവിടെ നിൽക്കുകയാണ്. ലുക്കിംഗ് ഓൺ, ഐ ഫീൽ എ ത്രിൽ, അദ്ദേഹത്തെ നോക്കിയപ്പോൾ ഈ പോയിറ്റിന് എന്താണ്, പോയിറ്റിന് ഒരു ത്രിൽ, ഒരു ആവേശം തോന്നി എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് ഹൈ still hot, dominates the furrows deep. Now to sow the task is set, soon shall come a time to reap. ബ്ലാക്ക് ആൻഡ് ഹൈ still hot. സിൽഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ബ്ലാക്ക് ഇമേജ് ഇല്ലേ, നമ്മൾ നിഴലൊക്കെ കാണുമ്പോൾ നമ്മളൊരു ബ്ലാക്ക് ഇമേജ് കാണാറില്ല അല്ലേ, ചുമരിലോട്ടൊക്കെ നോക്കിയാൽ നമ്മുടെ തന്നെ ഒരു ബ്ലാക്ക് ഇമേജ്, ആ ഒരു ഇമേജിനെ നമ്മൾ സിൽഹോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ പോയിറ്റ് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സോവറിൻ്റെ ബ്ലാക്ക് ആൻഡ് ഹൈ ആയിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഇമേജ്, ആ ഒരു സിൽഹോട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൊമിനേസ് ദി ഫറോസ് ടീം, ഇപ്പോൾ ആ നിരപ്പിലൊക്കെ എന്താണ്, ആ ഉഴുതുമറിച്ച പാടത്തല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്ലാക്ക് ഇമേജാണ് കാണാൻ പറ്റുന്നത്. നൗ ടു സോ ദി ടാസ്ക് ഈസ് സെഡ്, സൂൺ ഷാൾ കം എ ടൈം ടു റീപ്. ഇപ്പം അദ്ദേഹം സോ ചെയ്താൽ എന്താണ്, അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വിളവെടുപ്പ് നടത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. മാർഷസ് ഹി അലോങ് ദി പ്ലെയിൻ to and fro, and scatters wide from his hands the precious grain, moody eyed to see him stride. അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സോവർ മാർച്ചസ് അലോങ് ദി പ്ലെയിൻ, ആ നിരപ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടു ആൻഡ് ഫ്രോ, എങ്ങനെ നടക്കുന്നത്, ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്നത് മുന്നോട്ടും ബാക്കിലോട്ടുള്ള ആ ഒരു നടത്തം, അതായത് ഒരു ഫോർവേഡ് ബാക്ക്വേർഡ് മൊമെൻറ്റിനെയാണ് നമ്മൾ ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്നത്. അദ്ദേഹം ഇടയ്ക്ക് മുന്നോട്ട് നടക്കുന്നുണ്ട്, പിന്നെ ബാക്കിലോട്ടും. അങ്ങനെ സോവർ മാർച്ചസ് അലോങ് ദി പ്ലെയിൻ ആൻഡ് സ്കാറ്റേഴ്സ് വൈഡ് ഫ്രം ഹിസ് ഹാൻഡ്സ് പ്രഷ്യസ് ഗ്രെയിൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹം എന്താണ് സ്കാറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് വിതറുന്നത്, ആ ഗ്രെയിൻസ് അല്ലേ, ആ പ്രഷ്യസ് ഗ്രെയിൻസ് അദ്ദേഹം അവിടെ വിതറാൻ തുടങ്ങി. മൂഡി ഐ ടു സീ ഹിം സ്ട്രൈഡ്, അപ്പോൾ ഇത്രയും വൈകിട്ടാണ് ആ സോവർ അവിടെ വിതയ്ക്കുന്നതല്ലേ. അപ്പോൾ പോയറ്റ് ഫീൽസ് മൂഡി, പോയറ്റ് എന്താണ്, ഭയങ്കര ചിന്താമൂകനായി, അദ്ദേഹത്തിന് വിഷമായി. ടു സീ ഹിം സ്ട്രൈഡ്, ആ സോവറിൻ്റെ നടത്തെല്ലാം കാണുമ്പോൾ പോയറ്റ് ഈസ് ഫീലിംഗ് സാഡ് ദർ എന്നാണ് പറയുന്നത്. Darkness deepens, gone the light. Now his gestures to mine eyes are august, and strange his height seems to touch the starry skies. നമ്മൾ പറഞ്ഞൂല്ലേ, ഇപ്പം എന്താണ്, സന്ധ്യാസമയം കഴിഞ്ഞ് രാത്രിയായി തുടങ്ങാണ്. നമ്മൾ പറഞ്ഞല്ലേ, ഫെയ്ഡ്സ് റെഡി സൺലൈറ്റ്, അവിടെ റെഡി സൺലൈറ്റ് മെല്ലെ ഫെയ്ഡായി തുടങ്ങി. ടു ലൈറ്റ് ഹേസ്റ്റൻസ്, എന്താണ്, സന്ധ്യാസമയമായി തുടങ്ങി. ഷാഡോസ് എല്ലാം വന്നു തുടങ്ങി. അപ്പോൾ ഇതൊന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, രാത്രിയായി തുടങ്ങി, ഇരുട്ട് വരാൻ തുടങ്ങിയെന്ന് അല്ലേ. അപ്പോൾ ഡാർക്ക്നെസ് ഡീപ്പൻസർ, ഇപ്പം എന്താണ്, ഡാർക്ക്നെസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗോൺ ദി ലൈറ്റ്, ലൈറ്റ് എല്ലാം പോയി തുടങ്ങി. നൗ ഹിസ് ജസ്റ്റേഴ്സ് ടു മൈൻ ഐസ് ആർ ഓഗസ്റ്റ് ആൻഡ് സ്ട്രേഞ്ച്. ഇപ്പം എന്താണ്, പോർച്ച്വേലിരുന്ന് നമ്മുടെ പോയറ്റിന് ദ ഇമേജ് ഓഫ് ദി സോവർ ഈസ് നോട്ട് ക്ലിയർ നൗ അല്ലേ, വൈകി തുടങ്ങി. അപ്പോൾ നമുക്ക് എന്താണ്, ആ ഇമേജ് ശരിക്കും കാണാൻ പറ്റില്ല. പക്ഷേ ഹീ ക്യാൻ സീ സം ജസ്റ്റേഴ്സ്, അദ്ദേഹത്തിന് കുറച്ച് ജസ്റ്റേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ആ സോവർ ഇങ്ങനെ വിതയ്ക്കുന്ന ജസ്റ്റേഴ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീൻ കാണുമ്പോൾ നമ്മുടെ
എന്താ പോയിറ്റിന് ഭയങ്കര മതിപ്പ് ഫീൽ ചെയ്യാണ്. അതാണ് പറയുന്നത് ജസ്റ്റേഴ്സ് ടു മൈൻ ഐസ് ആർ ഓഗേസ്റ്റ്. ആ ജസ്റ്റേഴ്സ് എൻ്റെ കണ്ണിൽ ഭയങ്കര മതിപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഓഗേസ്റ്റ്. അതുപോലെ ഇറ്റ്സ് സ്ട്രേഞ്ച്, എന്താണ് ഭയങ്കര വിചിത്രമായി തോന്നി. എന്ത്? അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്, ഈ സോവറിൻ്റെ ഹൈറ്റ് ഭയങ്കര സ്ട്രേഞ്ച് ആയി തുടങ്ങി. ഇറ്റ് സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ്. ആ ഹൈറ്റ് കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? ആ സ്റ്റാറി സ്കൈസ്, ഭയങ്കര സ്റ്റാർസ്, നക്ഷത്രങ്ങളൊക്കെ ഉള്ള ആ ഒരു ആകാശത്തിൽ അത് തട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു പോയത്തിലൂടെ നമുക്ക് എന്താണ് ഒരു സോവറിൻ്റെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഡെഡിക്കേഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി തരുന്നുണ്ടല്ലേ. ഭയങ്കര ലേറ്റായിട്ടും അദ്ദേഹം എന്താ ഹീ സ്റ്റിൽ കണ്ടിന്യൂയിങ് ഹിസ് വർക്ക് ദർ. അവിടെ റെഡി സൺലൈറ്റ് ഇല്ല, ടു ലൈറ്റ് ആയിട്ടുണ്ട്, ഷാഡോസ് വന്ന് തുടങ്ങി, ഭയങ്കര ഡാർക്ക്നെസ് ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ എന്താണ് ഹീ ഈസ് ഡൂയിങ് ഹിസ് വർക്ക് ദർ. അദ്ദേഹം എത്രത്തോളം നേരത്തെ അദ്ദേഹത്തിൻ്റെ സോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നേരത്തെ അദ്ദേഹത്തിന് ഹാർവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഹോപ്പ് അവിടെ ഉണ്ടല്ലേ. സോ ദിസ് പോയം ഈസ് അബൌട്ട് എ സോവർ. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് ആൻഡ് ഹിസ് ഡെഡിക്കേഷൻ ഈസ് ഓൾസോ അണ്ടർസ്റ്റുഡ് ത്രൂ ദിസ് പോയം. താങ്ക് യു.